ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതാണ് എൻ്റെ ഊട്ടി വ്ളോഗ്. ക്യാപ്ഷനിൽ കണ്ടതുപോലെ ഇതൊരു ഊട്ടി വ്ളോഗാണ് കേട്ടോ. ഞാനിപ്പോൾ പുറപ്പെടുന്നേ ഉള്ളൂ. ഞാൻ പോകുന്നത് ഇന്ന് എൻ്റെ ഹസ്ബൻഡുമായിട്ടാണ്. രാവിലെ 6 മണിക്ക് തന്നെ എല്ലാം സെറ്റായിട്ട് ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ട്രിപ്പിന് പോകാനുള്ള ഈ എക്സൈറ്റ്മെൻറ്റ് എനിക്ക് പഠിക്കുന്ന കാര്യത്തിലുണ്ടായിരുന്നെങ്കിൽ ഞാനൊക്കെ ഇപ്പോൾ എവിടെയോ എത്തിപ്പെട്ടേനെ. എന്തായാലും കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എല്ലാ ഫാമിലി ട്രിപ്സും പോകുന്ന പോലെ ഞാനും ഹസ്ബൻഡും ക്ലീശ സംഭവങ്ങളെ ഈ ട്രിപ്പിലും ചെയ്തിട്ടുള്ളൂ. മലകൾ കാണുമ്പോൾ വണ്ടി നിർത്തി മലയിൽ നോക്കി ഫോട്ടോ എടുക്കുക, കുരങ്ങന്മാരെ കണ്ടു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്ന പോലെ ഹായ് ദേ കുരങ്ങൻ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുക, പിന്നെ അതിമനോഹരമായ കാഴ്ചകൾ കാണുമ്പോൾ അത് വണ്ടി നിർത്തി ആസ്വദിക്കുക. ഇതൊക്കെ തന്നെയേ നമ്മളും ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ അടുത്ത് തന്നെ ഊട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ മസ്റ്റായിട്ടും കാണണം. ഞാൻ കുറേ നല്ല സ്പോട്ട്സ് ഇതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മുടെ റൂം ടൂർ. ഞാനൊരു അടിപൊളി സ്ഥലത്താണ് കേട്ടോ നിന്നത്. ഈ ഒരു വൈബിനെ കുറിച്ച് എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. വെരി നീറ്റ്, വെരി കോസി ആൻഡ് വെരി കംഫർട്ടബിൾ. പിന്നെ അബവ് ഓൾ സ്മെൽസ് വണ്ടർഫുൾ ഇൻ ഹിയർ. ഇത് ശരിക്കൊരു ഹോട്ടലല്ല കേട്ടോ, ഇതൊരു വില്ല ഹോം സ്റ്റേ ടൈപ്പാണ്. അതായത് കുറേ റൂംസ് ഉണ്ടാവും, പിന്നെ ഒരു കോമൺ ഏരിയ ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ അത് എല്ലാം ഒറ്റയടിക്ക് ബുക്ക് ചെയ്ത് വെക്കാം. ഫോർ ഫാമിലീസ് ആൻഡ് ഫ്രണ്ട്സ് ഷെയർ ചെയ്ത് നിൽക്കാം, അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സുമായിട്ട് ഷെയർ ചെയ്യാനും കുഴപ്പമില്ല. ഞങ്ങളിവിടെ ഇങ്ങനത്തെ ഒരു സ്പോട്ടിലാണ് നിന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് രണ്ടും ബെഡ്റൂംസ് ആണ്, അതും വേറൊരു ബെഡ്റൂമാണ്. ഇതാണ് കോമൺ ഏരിയ. ഇനി ബെഡ്റൂം കാണിച്ചു തരാം. ബെഡ്റൂം ഇതേപോലെ അടിപൊളിയാണ്. ബെഡ്റൂമും നമ്മളെ നിരാശപ്പെടുത്തിയില്ല. വെരി കോസി വൈബ് ഈവൻ ഹിയർ. ഓവറോൾ പറയുകയാണെങ്കിൽ എനിക്ക് ഇവരുടെ ഈ ഒരു സെറ്റപ്പ് ഒരുപാട് ഇഷ്ടമായി. എസ്തറ്റിക്സും അത്യാവശ്യം സിമ്പിൾ ആൻഡ് വെരി നൈസാണ്. നമുക്കങ്ങനെ ഒന്നും കംപ്ലെയിൻ ചെയ്യാനായിട്ടുള്ളതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇൻഫാക്റ്റ് ഐ റിയലി ലവ്ഡ് ഇറ്റ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയൂ കേട്ടോ. ഹായ് ഇതേ വീണ്ടും ഞാൻ. ഓക്കെ, സോ ദിസ് ഈസ് ദി എൻറ്റയർ റൂം ടൂർ. ഞങ്ങൾ ഊട്ടിയിലെത്തിയപ്പോൾ ഉള്ള ടെമ്പറേച്ചർ ഇവിടെ 13 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഞാൻ കോൾഡിന് ഇച്ചിരി സെൻസിറ്റീവ് ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര തണുപ്പായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ തന്നെ അവർ നമുക്ക് നല്ല ചൂട് ചായ തന്നു. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് പ്രോഗ്രാമിന് റെഡിയായി. ഹലോ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഔട്ടിങ്ങിന് പ്ലാൻ ആക്കിയിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് ഇവിടെ ഒരു പീക്കുണ്ട്, ദൊഡ്ഡബെട്ട പീക്ക് എന്ന് പറഞ്ഞിട്ട്. സോ അവിടെ ഞാനും ഹസ്ബൻഡും ട്രെക്കിങ്ങിന് പോകാനാണ് പ്ലാൻ. അപ്പോൾ ഞങ്ങൾ ഇത്രയും തണുപ്പാവൊന്നും പ്രതീക്ഷിച്ചില്ല. ഇത് അമ്മ കൊടുത്തയച്ച കശ്മീരി ഷോളാണ്. ഇതാണ് എൻ്റെ ഏക ആശ്രയം. നമ്മൾ വിചാരിച്ച അത്ര തണുപ്പൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ. പക്ഷെ ഇവിടെ വന്ന് കോടമഞ്ഞും തണുപ്പൊക്കെ ആയിട്ട് ആകെ വിറക്കി. ഇതാണ് അമ്മ തന്ന ഷോള്. ഇത് ആക്ച്വലി എൻ്റെ ഒരു ടോപ്പും സ്വെറ്റർ ലൈക്ക് ടോപ്പും പിന്നെ ജെഗിങ്സും ആണ് ഇട്ടിരിക്കുന്നത് ഞാൻ കേട്ടോ. ഹായ്. അങ്ങനെ നമ്മൾ ട്രെക്കിംഗ് അല്ലായിരുന്നു, അതൊരു വ്യൂ പോയിൻ്റ് ആണ്. എനിക്കത് ആദ്യം അറിയണ്ടായിരുന്നില്ല. അതിനുവേണ്ടി പോകാൻ റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് ഇതുപോലെ കുറേ നല്ല അടിപൊളി ഫ്ലവേഴ്സ് ഞാൻ കാണുന്നത്. ഊട്ടിയുടെ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ ഒബ്സർവ് ചെയ്തതാണ് കേട്ടോ. സംഭവം നമ്മൾ വിചാരിക്കും ഇത് ഗാർഡനിങ്ങിൽ ഇവരിങ്ങനെ അച്ചീവ് ചെയ്തതാണെന്ന്. പക്ഷെ നമ്മളൊരു റോട്ടിൽ കൂടെ പോവുകയാണെങ്കിൽ പോലും അവിടെ ഉള്ള വെറൈറ്റി ഓഫ് കളേഴ്സ് ഫ്ലവേഴ്സിൻ്റെ ഇറ്റ് വാസ് വെരി സർപ്രൈസിങ്. കാരണം നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ തന്നെ ഒരു 5-6 കളേഴ്സിൻ്റെ എന്താ പറയുക ഫ്ലവേഴ്സ് അവിടെ ഇവിടെ ആയിട്ടൊക്കെ കാണും. സോ ഇറ്റ്സ് വെരി പ്ലെസൻറ്റ് ടു സീ യുനോ. അപ്പോൾ നമ്മൾ രണ്ടുപേരും പോകാനിറങ്ങി. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന്. അങ്ങനെ നല്ല വിശപ്പ് ആവാൻ തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വ്യൂ പോയിൻ്റ് കാണാൻ പോകാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ താമസിക്കുന്ന അടുത്ത് തന്നെ ഒരു കഫേ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് കോൾഡ് മാഗ്നോലിയ കഫേ. ഊട്ടിയുടെ സെക്കൻഡ് സ്പെഷ്യാലിറ്റി. കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് കേട്ടോ. ആംബിയൻസ് ഓൾമോസ്റ്റ് ഇൻ ഓൾ കഫേസ് നമുക്കൊരു 100/10 വേണമെങ്കിൽ കൊടുക്കാം. അതും നമ്മൾ കുറേ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച സ്പോട്ട്സ് ഇതുപോലത്തെയൊക്കെ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട. ഇതൊരു വലിയൊരു ഏരിയ ആയിരുന്നു. അവിടെ ഒരു ചെറിയ കോട്ടേജ് പോലൊരു സ്ഥലം, അതൊരു റെസ്റ്റോറൻ്റ് ആണ്. ഇങ്ങനെ നമുക്ക് പുറത്തൊക്കെ ഇരിക്കാം. ഇവിടെ നല്ല കോടമഞ്ഞുണ്ടായിരുന്നു, അതുകൊണ്ട് പുറത്തൊന്നും ഇരിക്കാൻ പറ്റിയില്ല. നമ്മൾ അകത്താണ് ഇരുന്നത് കേട്ടോ. ഈ ഒരു മാഗ്നോലിയ കഫേ എന്ന് പറഞ്ഞ കഫേയുടെ ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു വിൻറ്റേജ് വൈബുള്ള കഫേ ആയിരുന്നു കേട്ടോ. ഇറ്റ് വാസ് വെരി കാം ആൻഡ് സെറീൻ എന്ന് വേണമെങ്കിൽ പറയാം.
നമ്മൾ ഈ ബിസി കോർപ്പറേറ്റ് ലൈഫ് എന്നൊക്കെ കഴിഞ്ഞിട്ട് ഒരു സെക്ലൂഡഡ് പ്ലേസിൽ എന്താ പറയുക, ഒരു റിലാക്സ്ഡ് വീക്കെൻഡിന് പറ്റിയ സ്പോട്ട്സാണ് നമ്മുടെ ഈ ഊട്ടിയിൽ നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഇൻറ്റീരിയേഴ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളിവിടെ ഓർഡർ ചെയ്തത് സൂപ്പും പിന്നെ റോസ്മേരി ചിക്കൻ പിന്നെ ഒരു ബ്രൗണി ആയിരുന്നു. ബ്രൗണി പിന്നെ എനിക്ക് നിർബന്ധമാണ്. ഫുഡ് വാസ് നോട്ട് ബാഡ്. അറ്റ്മോസ്ഫിയർ വാസ് റിയലി ഗുഡ്. 100 on 10 വേണമെങ്കിൽ കൊടുക്കാം. ഫുഡ് ഒരു 8 on 10 എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഭയങ്കര രസം എന്നല്ല, ഇറ്റ് വാസ് അബവ് ആവറേജ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ വിശപ്പിനൊക്കെ കറക്റ്റായിരുന്നു. സോ നമ്മൾ ലൈറ്റായിട്ടാണ് ഫുഡ് കഴിച്ചത്, അങ്ങനെ ഹെവി ആയിട്ടൊന്നും കഴിച്ചില്ല. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു എൻവയൺമെൻറ്റിൽ വി ടുക്ക് എ വാക്ക്. ആ ഒരു മൊമെൻറ്റിനെ കുറച്ചും കൂടെ ഒന്ന് എൻജോയ് ചെയ്തു. അവിടെ കുറേ സ്ഥലമാണ് കേട്ടോ. ഈ സ്ഥലം മാത്രമല്ല, ബാക്കിലും കുറേ സ്ഥലങ്ങളും അവിടെ ഗാർഡനും പിന്നെ അവിടുത്തെ പ്ലാന്റേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ കണ്ട് നമ്മളൊന്ന് റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ പിന്നീടാണ് ട്രെക്കിങ്ങിന് ഇറങ്ങിയത്. ട്രെക്കിംഗ് അല്ല, ദൊഡ്ഡബെട്ട പീക്ക്. അപ്പം നമ്മൾ ദൊഡ്ഡബെട്ട പീക്കിലോട്ട് പോവുകയാണ്. ഞങ്ങൾ ശരിക്കും ടോപ്പ് വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഇവിടുത്തെ അവസ്ഥ കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് സംശയമാണ്. കാരണം ഫുൾ മഞ്ഞാണ്, ഒന്നും കാണുന്നില്ല. ആ ഡ്രൈവർ ചേട്ടൻ എങ്ങനെയാണ് ഇത് ഓടിച്ചു വന്നതെന്ന് ദൈവത്തിനറിയാം. ഞാൻ കാണിച്ചു തരാം. അങ്ങനെ മഞ്ഞും തണുപ്പും ഒക്കെ ആയിട്ട് ഞങ്ങൾ പീക്കിലോട്ടുള്ള വഴി തുടങ്ങി. അവിടെ നമ്മൾ എൻട്രൻസിൽ തന്നെ കുറേ സ്റ്റോൾസ് ഉണ്ട് കേട്ടോ. ഞാൻ ഊട്ടിയുടെ ഓർമ്മയ്ക്കായി വാങ്ങിയ ഗ്ലൗസും തൊപ്പിയാണ് നിങ്ങളീ കാണുന്നത്. ഞാൻ ശരിക്കും ഇത്രയും തണുപ്പുണ്ടാവുമെന്ന് ആലോചിക്കേണ്ടതായിരുന്നു, ആലോചിച്ചില്ല. ക്യൂട്ട് പിങ്ക് ഗ്ലൗസ്, ക്യൂട്ടി പിങ്ക് ഗ്ലൗസ്. പോകുന്ന വഴിക്ക് എൻ്റെ ഹസ്ബൻഡ് ഗ്ലൗസ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സോ ആൾക്കൊരു ഗ്ലൗസും കൂടെ വാങ്ങിയിട്ടാണ് നമ്മൾ വ്യൂ പോയിന്റിലോട്ട് പോയത്. അങ്ങനെ ഞങ്ങൾ ദൊഡ്ഡബെട്ട പീക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ടെമ്പറേച്ചർ എനിക്കറിയില്ല. എന്തായാലും കോൾഡ് നല്ല സെൻസിറ്റീവ് ഉള്ള ആൾക്കാർക്കൊക്കെ നല്ല 8ന്റെ പണിയായിരിക്കും. ഇനിയും മുകളിൽ കയറാട്ടോ. ഞാൻ വിചാരിച്ചു ഇവിടെയാണ്, ഇവിടെ അല്ല. അങ്ങനെ വ്യൂ പോയിന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഒരു നല്ല ഹോട്ട് ചോക്ലേറ്റ് അവിടെ നിന്ന് കുടിച്ചു കേട്ടോ. പിന്നെ അവിടുത്തെ സ്വീറ്റ് ഷോപ്പിൽ നിന്ന് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ട്രൈ ചെയ്തു. പോകുമ്പോൾ ഏതൊക്കെ വാങ്ങണം എന്നൊക്കെ ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് റൂമിലോട്ട് വന്നു. ബിക്കോസ് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ഈവനിങ്. ഞങ്ങൾ ഉച്ചയ്ക്കാണ് ഇവിടെ എത്തിയത്. അപ്പോൾ അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. അങ്ങനെ ഡേ 2 ആയി. ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ വെറുതെ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ റെഡി ആയത്. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാൻ പറ്റില്ല, അത്രയും തണുപ്പായിരിക്കും. പിന്നെ മേക്കപ്പും ഹെയറും ഒന്നും ചെയ്തിട്ടൊരു കാര്യമില്ല എന്നെനിക്ക് മനസ്സിലായി. ബട്ട് സ്റ്റിൽ ഐ ട്രൈഡ് മൈ ലെവൽ ബെസ്റ്റ്. മേക്കപ്പും റെഡിയാവലും എനിക്കൊരു തെറപ്പിയാണ്. സോ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ട്രെയിനിൽ പോകാനായിരുന്നു പ്ലാൻ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ട്രെയിൻ ക്യാൻസലായി. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇത് മുരുകൻ ടെമ്പിളാണ്. അത് എൽക്ക് ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. എനിക്ക് മഞ്ഞൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. ഇങ്ങനെ എന്താ പറയുക, ഫോഗി മിസ്റ്റൊക്കെ ഉള്ള ഒരു സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അതും പിന്നെ ഞാൻ കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളാണ്. സോ എനിക്ക് ഇങ്ങനത്തെ സ്പോട്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ടെമ്പിൾ വിസിറ്റ് ചെയ്തു. അവിടെ കുറച്ച് നേരം എന്താ പറയുക ഇങ്ങനെ ഇരുന്നു, ആ ഒരു വൈബൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ ഒരു വലിയ ഐഡലൊക്കെ ഉണ്ടായിരുന്നു മുരുകൻ്റെ. സോ ഇറ്റ് വാസ് ക്വൈറ്റ് നൈസ് ആക്ച്വലി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിട്ടോ. ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് ഊട്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ടാണ്. ദി ബെസ്റ്റ് സ്പോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു കഫേയാണ്. ഇറ്റ്സ് കോൾഡ് കഫേ DM. ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ചിരിക്കുന്ന ദി ബെസ്റ്റ് ഫുഡ് വിത്ത് ദ ബെസ്റ്റ് വ്യൂ
എന്ന് പറയുകയാണെങ്കിൽ ഇതാ ഈ കഫേയാണ് പറയുക. ഞാൻ ഇതിന് വേണ്ടി മാത്രം ഇനി ഊട്ടിയിൽ ഒന്നും കൂടെ വന്നാലും അതിശയമില്ല. ബിക്കോസ് ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. നമ്മളിങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മൾ ഒരു റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഫുൾ ഹിൽസ്, പച്ചപ്പ്, ആ മഞ്ഞ്, തണുപ്പ്, ആൻഡ് അബവ് ഓൾ ഇറ്റ്സ് സോ കാം. നമുക്ക് വേറെ ഒന്നും നമ്മൾ ആലോചിക്കില്ല. വി ജസ്റ്റ് ഗോ ബ്ലാങ്ക് ഇൻ ഹിയർ. ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നമുക്കിങ്ങനെ എന്താ പറയുക, ഈ കോടമഞ്ഞ് മൂവ് ആവുന്നത് നമുക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇത് കാണാൻ പറ്റുന്നുണ്ടാവും. ഇറ്റ്സ് സോ ഡാം പ്രിറ്റി. നൗ ടോക്കിംഗ് അബൌട്ട് ദ ഫുഡ്. ഇതൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ റിസർവേഷൻ മാത്രമേ ഇവിടെ എടുക്കാറുള്ളൂ. നമ്മളൊരു 8 ഐറ്റംസ് ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൽ 4 ഐറ്റംസ് ഞങ്ങൾ അവിടെ തന്നെ കഴിച്ചു. ബാക്കി 4 നമ്മൾ പാർസൽ കൊണ്ടുപോയി. ബിക്കോസ് ഇറ്റ് വാസ് ടു ഗുഡ്. ഇവിടുത്തെ ഷെഫ് നമ്മളോട് പേഴ്സണലി വന്ന് നമ്മുടെ റിവ്യൂസ് ചോദിച്ചു. ദേ വർ ഓൾസോ വെരി നൈസ്. പിന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്തുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. ആ പച്ചപ്പൊക്കെ കാണാണ്ടായി. ഇറ്റ് വാസ് ഫുള്ളി ബ്ലാങ്ക്. നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. അവസാനം ഞങ്ങൾ ആ കഫേയിൽ കഴിച്ചത് ആകെ ഒരു അരമണിക്കൂറാണ്. ബട്ട് സ്റ്റിൽ വി സ്പെൻഡ് അറൗണ്ട് ആൻ അവർ സിറ്റിംഗ് ദെയർ സിംപ്ലി ഡൂയിങ് ആബ്സല്യൂട്ട്ലി നത്തിങ്. അങ്ങനത്തെയൊക്കെ ഡേയ്സ് എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ഡേയ്സ് ആണ്. സോ അത് കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്ത സ്പോട്ടിലോട്ട് പോകുന്ന വഴിയിലാണ് ഇതെടുത്തത്. ഇതായിരുന്നു ബോട്ട് ഹൗസ്. അഗെയിൻ എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ആദ്യം ഇത്രയും പ്രായമായിട്ടും കൊച്ചുകുട്ടികളുടെ മനസ്സുള്ള ഞാനും എൻ്റെ ഹസ്ബൻഡും ഈ കാണുന്ന ടോയ് ട്രെയിനിൽ കയറിയിരുന്നു. ഇവിടെ ടോയ് ട്രെയിനും ബോട്ട് റൈഡും മാത്രമല്ല, വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബോട്ടിൽ ഒരു റൈഡിന് പോയി. ഇറ്റ് വാസ് ഈവനിങ് ടൈം, സോ ഇറ്റ് വാസ് വെരി പ്രിറ്റി. അത് കഴിഞ്ഞിട്ട് വി ഹെഡഡ് ബാക്ക് ടു അവർ ഹോട്ടൽ. വി വർ വെരി ടയേർഡ്, ബട്ട് സ്റ്റിൽ ഒരു റിലാക്സ്ഡ് ഫീലിംഗ് ഉണ്ടായിരുന്നു. ഡേ 2 കഴിഞ്ഞു. വി ടുക്ക് സം പിക്ചേഴ്സ്. ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. ഡേ 3 ആയപ്പോഴേക്കും ഞാൻ വെതറിലോട്ട് കുറച്ചും കൂടെ കംഫർട്ടബിളായി. എൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഭയങ്കര വിറയ്ക്കുന്ന തണുപ്പൊന്നും തോന്നിയില്ല. മേ ബി ബിക്കോസ് ഐ ഗോട്ട് യൂസ് ടു ഇറ്റ്. ഊട്ടി വാസ് ബ്യൂട്ടിഫുൾ ആസ് ഓൾവേസ്. ഞങ്ങളുടെ ഇന്നത്തെ സ്പോട്ട് എന്ന് പറയുന്നത് ഇത് കാണുമ്പോൾ കുറച്ച് പേർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. ഇറ്റ്സ് ദ പൈൻ ഫോറസ്റ്റ്. പൈൻ ഫോറസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. എനിക്ക് തോന്നിയ കാര്യം, നമ്മുടെ ഈ മൂന്നാറിലുള്ള എക്കോ പോയിൻറ്റും ഇതിനും നല്ല സിമിലാരിറ്റീസ് ഉണ്ട്. ഇൻഫാക്റ്റ് ഐ ഫെൽറ്റ് ലൈക്ക് ഇറ്റ്സ് ദ സെയിം പ്ലേസ്. എനിക്ക് മാത്രമാണത് തോന്നിയെന്ന് എനിക്കറിയില്ല. നിങ്ങൾ മൂന്നാറിലെ എക്കോ പോയിൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയൂ കേട്ടോ. കാരണം അവിടെയും ഇതേപോലെയായിരുന്നു. ഈ ലേക്ക് വ്യൂ എൻ്റെ മൂന്നാർ വ്ളോഗിൽ ഉണ്ടാവും. ഇറ്റ്സ് ദ സെയിം ലേക്ക്. ശരിക്കുള്ളൊരു കോയിൻസിഡൻസ് ആണിത്. ഐ ഫൗണ്ട് ഇറ്റ് ക്വൈറ്റ് നൈസ് ആക്ച്വലി. അപ്പോൾ ഇതൊരു സീനിക് അട്രാക്ഷൻ ആയിരുന്നു. ഇവിടെയും ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആസ് ഓൾവേസ് വെരി ക്ലീഷേ, ഐ നോ. പിന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു. പൈൻ ഫോറസ്റ്റ് കഴിഞ്ഞിട്ടുള്ള വഴിയിൽ തന്നെ കിട്ടുന്ന വേറൊരു സീനിക് അട്രാക്ഷനാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പേരാണ് ഹങ്കർ ഫോർഡ്. ഇതൊരു പീക്കിലുള്ള ടീ പ്ലാന്റേഷൻ ആണ്. ഇവിടെ ഒരു ചെറിയ ബംഗ്ലോ ഒക്കെ ഉണ്ട്. ഉള്ളിൽ എൻട്രൻസ് ഫീ ഉണ്ട്, 100 rupees ആണ്. ഞങ്ങൾ ഉള്ളിലൊന്നും കയറിയില്ല. വി ജസ്റ്റ് എൻജോയ്ഡ് ദ വ്യൂ ഹിയർ. നല്ല രസമായിരുന്നു ഇവിടെ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് വി ഹെഡഡ് ബാക്ക് ടു അവർ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. എനിക്ക് ശരിക്കും ഈ പൈൻ ഫോറസ്റ്റിനെക്കാട്ടും ഇഷ്ടമായത് ഈ റോട്ടിൽ നിന്ന് പോകുമ്പോൾ കാണുന്ന ഈ വഴിയാണ് കേട്ടോ. എനിക്കെന്താണെന്നറിയില്ല, വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു ഈ ഒരു സീൻ. ഊട്ടിയിൽ നിന്നും കുറച്ച് ദൂരെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇത് ആക്ച്വലി ഊട്ടിയല്ല, ഇതിൻ്റെ പേരാണ് പൈക്കാറ വാട്ടർഫോൾസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. ഊട്ടിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 1.5 hours ഉണ്ട് ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. കുറച്ചൊന്ന് താഴെ ഇറങ്ങാനും ഉണ്ട് കേട്ടോ. ഇതല്ല ശരിക്കുള്ള വ്യൂ, ഇത് മുകളിലാണ്. കുറച്ച് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ വാട്ടർഫോൾസ് കാണാം.
സോ നമ്മൾ ആ വാട്ടർഫോൾസ് ഒക്കെ എൻജോയ് ചെയ്ത് മുകളിൽ നടന്നു വന്നു. കുറച്ച് പാടുപെട്ടു, കാരണം കുറേ സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതാ ഇതുപോലെ ചൂട് സ്വീറ്റ് കോൺ കഴിച്ചിട്ടാണ് വി ഹെഡഡ് ബാക്ക്. ഇതായിരുന്നു ഞങ്ങളുടെ ഡേ 3 വ്ളോഗ്. ഇനി ഒരു ദിവസം കൂടി ഞങ്ങൾ ഊട്ടിയിലുണ്ട്. പക്ഷേ ഐ വോണ്ട് ബി ടേക്കിംഗ് മച്ച് ഓഫ് എ വ്ളോഗ്, കാരണം ഞങ്ങൾ ഇനി അടുത്ത ദിവസമുള്ളത് ഷോപ്പിങ്ങും പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. വി ആർ നോട്ട് കവറിങ് എനിത്തിങ് മേജർ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ മുഖം കുറച്ച് വാടിയിരിക്കുകയാണ്. ഇന്നത്തെ ഡേ 4 വ്ളോഗിൽ എനിക്കങ്ങനെ പ്രത്യേകിച്ച് എടുക്കാനൊന്നുമില്ല. സോ ദാറ്റ് വാസ് ഊട്ടി വ്ളോഗ്. ഐ റിയലി ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. നിങ്ങൾ ഊട്ടി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ എല്ലാ സ്ഥലവും വിസിറ്റ് ചെയ്യണം. ബൈ ബൈ.